നമസ്കാരം. 2003 മെയ് 2 കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരള സമൂഹത്തിന്, മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മറക്കുവാൻ പാടില്ലാത്ത ഒരു കറുത്ത ഏടാണ്, അല്ലെങ്കിൽ ഒരു കറുത്ത ദിനമാണ്. മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ആഖ്യാനം, മാറാട് കലാപം എന്ന് വിളിക്കുന്ന മാറാട് ഇസ്ലാമിക ഭീകരവാദം അരങ്ങേറിയ ദിവസം. ഇത് സംബന്ധിച്ച് തത്വമയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കഴിഞ്ഞ ദിവസം നിരന്തരമായി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എല്ലാ തത്വമയി ന്യൂസിലൂടെ സംപ്രേഷണം ചെയ്ത എല്ലാ വീഡിയോകളുടെ കമൻറ്റുകളിലും പ്രേക്ഷകരുടെ ഒരു പ്രധാന ആവശ്യം മാറാട് അനുസ്മരണം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം പറയട്ടെ, മാറാട് മെയ് 2 മാറാട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത ചെയ്ത് അതിൽ മരണപ്പെട്ട 8 പേരെക്കുറിച്ച് അനുസ്മരിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു പോകേണ്ട ഒരു ദിവസമല്ല എന്നതാണ് തത്വമയി ന്യൂസിൻ്റെ ഒരു വിശ്വാസം. കാരണം മാറാട് മെയ് 2 മാത്രം ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസമല്ല. കാരണം ആഖ്യാനങ്ങൾ പറയുന്നത് പോലെ അവിടെയുണ്ടായതൊരു കലാപമല്ല, ഒരു ഭീകരവാദ ആക്രമണമാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ഒരു സാധാരണ ദിവസം പോലെ, അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലി അർപ്പിക്കേണ്ട ഒരു ആവശ്യകതയുള്ള ഒരു ദിവസം പോലെ അനുസ്മരിച്ച് ആ 8 പേരെയും അനുസ്മരിച്ച് ദാസൻ, മാധവൻ, കൃഷ്ണൻ, ഗോപാലൻ, ചന്ദ്രൻ, പുഷ്പരാജ്, സന്തോഷ്, പ്രജീഷ് ഈ പേരുകൾ ഓർക്കുവാനായിട്ട് ഒരു കുറിപ്പിൻ്റെ ആവശ്യമില്ല. ഈ 8 പേരെയും ഓർമ്മിച്ച് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സാധാരണ പോലെ കടന്നുപോയി ഇലക്ഷൻ്റെ തിരക്കുകളിലേക്കും മറ്റ് നമ്മുടെ വാർത്തകളിൽ നിന്ന് കിട്ടുന്ന വിനോദങ്ങളിലേക്കും കടന്നു പോകുവാനുള്ള ഒരു ദിവസമാണ് മെയ് 2 എന്ന് തത്വമയി ന്യൂസ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുറച്ചുകൂടി ഒരു വിശദമായി, ഇത് ഇന്നലെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം മെയ് 3 പ്രത്യേകമായിട്ട് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ മാറാടിനെ സംബന്ധിച്ച് ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ, മറയ്ക്കപ്പെട്ട സത്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മുൻപിലുള്ളത്. അത് മുൻനിർത്തി പറയുന്നു, മെയ് 2 മാറാട് ഓർമ്മിക്കപ്പെടേണ്ടത്. മെയ് 3 മുതൽ മെയ് 1 വരെ, അടുത്ത മെയ് 1 വരെ മാറാട് നിരന്തരം ഓർമ്മിക്കപ്പെടണം. 8 പേർക്ക് അന്ന് അവിടെ ജീവൻ പൊലിഞ്ഞ അരയ സമുദായത്തിൽപ്പെട്ട പാവങ്ങളായ ഹിന്ദുക്കളായ 8 പേർക്ക് ആദരാഞ്ജലികൾ മെയ് 2 അർപ്പിക്കുക തന്നെ വേണം. പക്ഷേ മെയ് 3 മുതൽ അടുത്ത മെയ് 1 വരെ മാറാട് നിരന്തരമായി ഓർമ്മിക്കുക തന്നെ വേണം ഹൈന്ദവ സമൂഹം, കേരളത്തിൽ പ്രത്യേകിച്ച്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മാറാടുണ്ടായതൊരു കലാപമല്ല. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഗൂഢാലോചന നടത്തി, വളരെ അധികം തയ്യാറെടുപ്പുകൾ നടത്തി നടപ്പാക്കപ്പെട്ട ഒരു ഇസ്ലാമിക ഭീകരവാദ ആക്രമണം തന്നെയാണ് അവിടെ ഉണ്ടായത്. 1921 മലബാറിൽ ഏത് വിധത്തിലാണോ ഹൈന്ദവർ ആക്രമിക്കപ്പെട്ട് അവിടുന്ന് നിഷ്കാസിതരായത്, അത്തരത്തിലുള്ളൊരു സാഹചര്യം മാറാട് ഉരുവാക്കിയെടുക്കുവാൻ വേണ്ടി കൃത്യമായ ഗൂഢാലോചനയോടുകൂടി NDF എന്ന ഭീകര സംഘടന, മാറാട് ജുമാ മസ്ജിദിൻ്റെ മഹല് കമ്മിറ്റി, അവിടുത്തെ അംഗങ്ങൾ, മഹല് കമ്മിറ്റിയുടെ അംഗങ്ങൾ, മുസ്ലിം ലീഗിലെ ആൾക്കാർ, ഏറ്റവും കൂടുതൽ കേരളത്തെ ഞെട്ടിച്ച അല്ലെങ്കിൽ ഞെട്ടിക്കേണ്ടിയിരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 22 CPM-കാരും 2 കോൺഗ്രസ്സുകാരും ഈ പ്രതികളുടെ കൂട്ടത്തിൽ, പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇത്രയും അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് വ്യക്തമായ അറിവും ഗൂഢാലോചനയിൽ പങ്കുമുണ്ടായിരുന്നു മാറാട് ഭീകരാക്രമണത്തെ സംബന്ധിച്ച്. ആ അറിവും ഗൂഢാലോചനയും ഒരു തരത്തിലും മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതൃത്വം അറിയാതെ നടക്കില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് മാറാട് ജുമാ മസ്ജിദിൽ നിന്ന് ഭീകരവാദത്തിന് ഉതകിയ ആയുധങ്ങൾ, നിരവധി മാരകായുധങ്ങൾ, ബോംബുകൾ ഉൾപ്പെടെ. ആ ബോംബുകൾ, കൃത്യമായി ഒരു കാര്യം മനസ്സിലാക്കുക, അന്നത്തെ കാലത്ത് 2003 അത്ര സുലഭമല്ലാത്ത കൊക്കോകോള പോലുള്ള ക്യാനിലൊക്കെ കിട്ടുമല്ലോ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൊക്കോകോളയും ഫാൻ്റെയും സെവനപ്പിൻ്റെയൊക്കെ ക്യാനിൽ തിരി പുറത്തേക്ക് വെച്ചുള്ള ബോംബുകൾ നിർമ്മിച്ച്, പെട്രോൾ ബോംബുകൾ പോലുള്ള മാരകായുധങ്ങൾ നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നത് മാറാട് ജുമാ മസ്ജിദിലായിരുന്നു. ആ ജുമാ മസ്ജിദിലേക്ക് അതിനെ അടച്ചിട്ട് പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അഹമ്മദ്, മുസ്ലിം ലീഗിൻ്റെ MP ആയിരുന്ന അഹമ്മദ്, പോലീസിൻ്റെ സഹായത്തോടുകൂടി മസ്ജിദ് ബലമായി തുറന്നു കയറി അവിടെ മുഴുവനായി ശുദ്ധീകരിച്ച്, അത് 2 തരത്തിൽ പറയപ്പെടുന്നുണ്ട്. ആരോപണങ്ങൾ പറയുന്നത്, ഒന്ന്, ഇനി എന്തെങ്കിലുമുള്ള രക്തക്കറകളോ അല്ലെങ്കിൽ രക്തം പുരണ്ട ആയുധങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ശുദ്ധികലശത്തിന് അദ്ദേഹം മുതിർന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ മസ്ജിദ് വീണ്ടും തുറന്ന് പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു അവിടെ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളത്. അത് സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അതിലും സാധൂകരിക്കപ്പെടുന്നതായി എനിക്ക് തോന്നുന്നത് തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അഹമ്മദിൻ്റെ ഈ ഒരു നിസ്കാരം എന്നുള്ളതാണ്.
ഇനി ഈ അഹമ്മദിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുടെ ഈ മാറാട് ഭീകരാക്രമണവുമായുള്ള ബന്ധത്തെ ഒന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു അടിസ്ഥാന ശിലയായി ഉള്ള ആ തെളിവുകളുടെ ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനമാകുന്ന ഒരു തെളിവിൻ്റെ പേരിലാണ് ഈ അഹമ്മദിനെ ഒന്ന് സൂചിപ്പിച്ചത്. CPIMൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും UDFനൊപ്പം അധികാരത്തിൽ വന്ന് ആഭ്യന്തരം ഭരിക്കുന്നത്. മൂന്നാം മാറാട് കലാപം ഉണ്ടാകുമെന്ന് KK ബാലൻ ആരോപിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പ്രേക്ഷകരെ, അന്നത്തെ കാലത്ത് 2003 സംബന്ധിച്ച് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിവേ ഉണ്ടാകില്ല. അന്നത്തെ കാലത്ത് ഭരണത്തിൽ UDF ആയിരുന്നെങ്കിലും ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചുള്ള CBI അന്വേഷണം അട്ടിമറിക്കുവാനായി എല്ലാ ചരടുവലികളും നടത്തിയത് LDF ആണ്. അതും CPIM മുന്നിൽ നിന്ന്. കൃത്യമായി പറയാം, അവിടുത്തെ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ബീരാൻ ഗോയ എന്ന വ്യക്തി ഈ കലാപത്തിൽ അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിൽ, കലാപം എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ചൊരാഖ്യാനമാണ്, ഈ ഭീകരാക്രമണത്തിൽ അയാൾക്കുണ്ടായിരുന്ന പങ്ക് നാട്ടുകാരെ സംബന്ധിച്ച് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ബീരാൻ ഗോയയെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കില്ല എന്നൊരു തീരുമാനം മാറാട് ഹൈന്ദവ സമൂഹം എടുത്തിരുന്നു. ഈ ബീരാൻ ഗോയയ്ക്കൊപ്പമാണ് പിണറായി വിജയൻ മാറാട് സന്ദർശിക്കുവാൻ എത്തുന്നത്. അവിടുത്തെ ഹൈന്ദവ സ്ത്രീകളുടെ പ്രതിഷേധത്തെ തുടർന്ന്, ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പിന്തിരിഞ്ഞോടേണ്ട ഒരവസ്ഥ പിണറായി വിജയൻ ഉണ്ടായതും കൃത്യമായി കലാപകാരികൾക്കൊപ്പം, ഭീകരവാദികൾക്കൊപ്പം, തിരുത്തി പറയുകയാണ്, ഈ ആഖ്യാനം നമ്മുടെ മനസ്സിൽ പോലും ഉറച്ചു പോയതുകൊണ്ടാണ് ഇടയ്ക്കിടെ കലാപകാരികളെന്ന് വരുന്നത്. ഭീകരവാദികൾക്കൊപ്പം തന്നെയായിരുന്നു UDFും LDFും ഒരുപോലെ നിലയുറപ്പിച്ചത്. അതിൽ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അറസ്റ്റിലായ ഭീകരവാദികളിൽ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു. മതത്തിൻ്റെ ഭീകരവാദ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാം രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഒന്നിക്കുകയായിരുന്നു. അറസ്റ്റിലായ ഭീകരവാദികളുടെ ഇടയിൽ 2 കോൺഗ്രസ്സുകാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടായിരുന്നത് 22 CPIMകാരാണ്. കോൺഗ്രസ്സുകാർ കുറ്റവിമുക്തരാണെന്നല്ല പറയുന്നത്. AK ആൻ്റണി ഉൾപ്പെടെയുള്ളവർ പിന്നീട് ഈ കലാപത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെ തള്ളിപ്പറഞ്ഞ് ഭീകരവാദ ശ്രമങ്ങൾ കൂടിക്കൂടി വരികയാണ്, ന്യൂനപക്ഷം സംഘടിതമായി കൂടുതൽ അവകാശങ്ങൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയാണ്, വോട്ട് ബാങ്ക് കാട്ടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥയുണ്ടായി. പക്ഷേ ഈ കണക്കുകൾ 22 CPMകാർ, 2 കോൺഗ്രസ്സുകാർ, 32 മുസ്ലിം ലീഗുകാർ, ഇത്രയും ആളുകൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഭീകരവാദികളുടെ ഇടയിലുണ്ടായിരുന്നു, പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നു. 84 പേരോളം വരുന്ന ഒരു പ്രതിപട്ടികയിൽ അവർക്കെല്ലാം ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. പിന്നീട് 24 പേരെ കൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശിക്ഷിച്ചു. അവർ പലരും ജാമ്യത്തിൽ തുടരുകയാണെന്ന്. പരോളും ഒക്കെ നമ്മുടെ കാരണഭൂതൻ്റെ കാലത്ത് വളരെ നിസ്സാരമായി ലഭിക്കാവുന്ന ഒരു വസ്തുതയാണല്ലോ, അല്ലെങ്കിൽ ഒരു സംഗതിയാണല്ലോ ഇത്തരം പ്രതികൾക്ക്, സാധാരണക്കാർക്കല്ല, ഇത്തരം ഭീകരവാദികൾക്ക്. അതുകൊണ്ട് തന്നെ പറയുന്നു, UDFും LDFും ഇതിന് ഇത്തരത്തിലുള്ളൊരു ഭീകരവാദം വളർത്തുന്നതിൽ, കാരണം ഭീകരവാദം വളർത്തുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല, മാറാട് കലാപം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ആ ഭീകരവാദ ആക്രമണത്തിന് ശേഷമാണ് NDF, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെ രാഷ്ട്രീയകരമായിട്ടുള്ള SDPI തുടങ്ങിയ ഭീകര സംഘടനകൾ കേരളത്തിൽ വേരോടി തുടങ്ങിയത്. ജോസഫ് മാഷിൻ്റെ കൈവട്ടോടുകൂടിയാണ് അവർ പ്രകടമായി സമൂഹത്തിൽ അവതരിച്ചതും അവരുടെ ഒരു മേൽക്കോയ്മ ഇസ്ലാമിക സമുദായത്തിൻ്റെ ഇടയിൽ പടർത്തി തുടങ്ങിയതും. എന്നിരുന്നാലും 2003 മെയ് 2 കേരളം മറക്കുവാൻ പാടില്ലാത്തൊരു കരിദിനത്തിലാണ് ഇവരുടെ വേരോട്ടത്തിൻ്റെ തുടക്കം. അതിന് വെള്ളവും വളവും നൽകിയത് മുസ്ലിം ലീഗും കോൺഗ്രസും CPIMും ഒരുപോലെയാണ്. ഇത്രയും കാര്യങ്ങൾ മാറാടിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട്. ഇനി മാറാട് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാറാട് ഓർമ്മിപ്പിക്കുന്നത് ഒരു തരത്തിലും 2002 ഒരു ക്ലബിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുണ്ടായ ഒരു തർക്കത്തെ ഒരു കലാപമാക്കി മാറ്റി എടുക്കുവാനുള്ളൊരു ശ്രമം, പള്ളിയിലെ ബാങ്ക് വിളി പോലെയുള്ളൊരു ആഹ്വാനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു മാറാട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് മെയ് 2 2003 മാറാട് രണ്ടാം കലാപം ഉണ്ടാകുന്നത്. രണ്ടാം കലാപമെന്ന് മാധ്യമങ്ങളിലൂടെ ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിക്കപ്പെട്ട ഒരു ആഖ്യാനം പറയുന്ന ഭീകരവാദാക്രമണം ഉണ്ടായത്. 8 അരയ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളുടെ ജീവനാണെന്ന് പൊലിഞ്ഞത്. അതിൽ നിന്ന് ഹിന്ദു സമൂഹം ഓർക്കേണ്ട കാര്യം, ഇതൊരു സംഘടിതമായ ആസൂത്രിതമായ ഭീകരാക്രമണം തന്നെയായിരുന്നു. കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും, പ്രധാനമായും കോൺഗ്രസും CPIMും മുസ്ലിം ലീഗ് തീർച്ചയായും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകരവാദികളുടെ ഇടയിൽ തന്നെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുസ്ലിങ്ങളെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രതികൾ ഒന്നിച്ചപ്പോൾ, ആ ഒരു ഭീകരാക്രമണത്തിന് വേണ്ടി ഒന്നിച്ചപ്പോൾ മുസ്ലിം ലീഗ് തീർച്ചയായും അതിൽ പങ്കെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ.
കാരണം പേരിൽ തന്നെ മതത്തിൻ്റെ അവരുടെ പാർട്ടിയുടെ പേരിൽ തന്നെ മതമുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ബാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ അഹമ്മദിൻ്റെ ആ ഒരു നിസ്കാര പ്രവൃത്തി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് പോലെ ഉണ്ട്. ഇവരുടെ പങ്ക് ഓർമ്മിച്ചെടുക്കണം. പിന്നെ സ്ഥിരമായി ഓർമ്മയിൽ നിൽക്കേണ്ട മറ്റൊരു കാര്യം, മാറാട് ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഹൈന്ദവ ഐക്യമാണ്. കാരണം ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം മാറാട് കടപ്പുറത്ത് നിന്ന് നിഷ്കാസിതരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെട്ട ഈ ഭീകരാക്രമണത്തിൻ്റെ പരിണാമം എന്തായി എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് വിട്ടോടേണ്ടി വന്നത് ഈ ഭീകരാക്രമണം ഏതു സമുദായമാണോ നടത്തിയത് ആ സമുദായത്തിനായിരുന്നു ഹൈന്ദവരുടെ ഐക്യം കാരണം. കേരളത്തിൽ അപൂർവമായി മാത്രമുണ്ടാകുന്ന ഒരു ഹൈന്ദവ ഐക്യം അവിടെ രൂപീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈന്ദവ സ്ത്രീകളുടെ, അമ്മമാരുടെയും സഹോദരിമാരുടെയും ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വന്നു. മാറാട് കടപ്പുറത്ത് നിന്ന് ജീവനും കൊണ്ട് ഓടേണ്ട ഒരവസ്ഥയുണ്ടായി, പിന്തിരിഞ്ഞോടേണ്ട ഒരവസ്ഥയുണ്ടായി. തന്നെയുമല്ല, യാതൊരു വിധത്തിലുള്ള ഒരു സമരസത്തിനും വഴങ്ങാതെ ഇത്തരത്തിലുള്ള ഭീകരവാദാക്രമണത്തിന് കാരണക്കാരായ ഒരു സമൂഹത്തെ ഒന്നാകെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം മാറാട് ഉരുത്തിരിഞ്ഞു വന്നു. അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പ്രതിരോധവും പ്രതികരണവും മാത്രമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിൽ കുമ്മനം രാജശേഖരനെ പോലുള്ള നേതാക്കളെ നാം ഒരിക്കലും വിസ്മരിക്കരുത്. അരയ സമുദായം എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ഒരിക്കലും അതിൻ്റെ ഒരു കീർത്തി അന്വേഷിച്ചു പോയിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു, മാറാട് ഭീകരാക്രമണത്തെക്കുറിച്ച് അദ്ദേഹം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും ഏതാണ്ട് 1 വർഷത്തോളം അവിടെ കുടിലുകളിൽ താമസിച്ച് ഹിന്ദു ഐക്യം രൂപീകരിച്ചെടുത്ത് ഇപ്പോൾ മാറാട് നിലവിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിൽ, ഹിന്ദുക്കളുടെ സുരക്ഷ ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ വിസ്മരിക്കുവാനേ പാടില്ല. അതാണ് പറഞ്ഞത്. ഓർത്തെടുക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്, അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, തിരിച്ചറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് ഹൈന്ദവ ഐക്യമാണ്. അതിന് പങ്കുവഹിച്ച നേതാക്കളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഒപ്പം ഈ 8 ജീവനുകൾക്ക് ആദരാഞ്ജലികളും അർപ്പിക്കണം. അത് വേണ്ടത് തന്നെയാണ്. അവർ നൽകിയ ബലിദാനമാണ് മാറാട് ഹിന്ദു ഐക്യത്തിൻ്റെ അടിസ്ഥാനം. ദുഃഖകരമായ കാര്യമാണ്, പക്ഷേ അവരതിനൊരു കാരണമായി എന്നുള്ളതും സത്യം തന്നെയാണ്. അതും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെയ് 2 മാറാട് നാം ഓർക്കേണ്ടത്. മെയ് 3 മുതൽ അടുത്ത മെയ് 1 വരെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരു കറുത്ത അധ്യായമാണ്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമാണ്. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ചരിത്രമാണ്. ആവർത്തിച്ച് കേരളത്തിൽ നടപ്പാക്കപ്പെടുന്ന ആസൂത്രിതമായ ഒരു ഭീകരവാദത്തിൻ്റെ ചരിത്രമാണ് മാറാട് ഭീകരാക്രമണം. അത്രയും മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.